നമസ്കാരം, എൻ്റെ പേര് ഡേവിഡ് മാത്യു. ഞാൻ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു, ഒരു ആക്ടറാണ്, തിയേറ്റർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ഒരു ഡയറക്ടറാണ്. ഞാൻ പ്ലേസ് ഡയറക്റ്റ് ചെയ്യാറുണ്ട്, ആഡ്സ് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് SHനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോളേജ് വിച്ച് ആക്ച്വലി ട്രെയിൻഡ്. അപ്പം ഇങ്ങനെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തതിൽ ഞാൻ നോക്കുന്ന സമയത്ത് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ്. അങ്ങനെ പറയാൻ റീസൺ ഉണ്ട്. ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് കോളേജുകളിലും സ്കൂളുകളിൽ ഞാൻ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ക്യാമറ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ വരെയുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പല സ്ഥലങ്ങളിലും നമുക്കത് കിട്ടാറില്ല. അപ്പോൾ ഉദാഹരണം പറയുന്നത് നമുക്കൊരു ഷോട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ, നമുക്കൊരു ബോഡി മൂവ്മെൻറ്റ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ, എങ്ങനെയാണ് സ്റ്റേജ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഡിഫറൻസ് എന്താണെന്ന് പറയുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിലും അവർ ഭയങ്കര പ്രോ ലെവലാണ്. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ ഇവൻ ടൈറ്റിൽ മേക്കിംഗ് ആയിക്കോട്ടെ, സൗണ്ട് പ്രൊഡക്ഷൻ വരെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഞാനിപ്പം വർക്ക്ഷോപ്പിന്റെ സമയത്ത് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. ഞാനും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പല സമയങ്ങളിൽ അതാണ്. ഒരു ഔട്ട്കം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം, ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് അല്ലാതെ. പക്ഷെ പല സ്ഥലങ്ങളിൽ എനിക്കത് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഒന്നും റിസോഴ്സ് ഇല്ല, കുട്ടികൾക്ക് അതിനുള്ള പരിചയക്കുറവ്, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ അതല്ലായിരുന്നു. ഞാൻ എൻ്റെ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും അവർ ഡ്രാമ ആയിക്കോട്ടെ, സ്കിറ്റ് ആയിക്കോട്ടെ, ഈവൻ അവർ ഷോർട്ട് ഫിലിം പോലും അവരുടെ ഒറിജിനൽ കണ്ടന്റ് ആയിട്ട്, അതായത് സൗണ്ട് പ്രൊഡക്ഷൻ, എല്ലാ കാര്യങ്ങളും, ക്യാമറ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അവർ വെൽ എക്യുപ്ഡ് ആണ്, അവർക്ക് നോളജ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ കോളേജിന് മാത്രമായിട്ടുള്ള ചിലപ്പോൾ ഒരു റിസോഴ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ആംബിയൻസ് ആയിരിക്കാം ചിലപ്പോൾ കുട്ടികൾക്ക് അത്രയും എക്യുപ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴാണെങ്കിലും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ലഭിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് ലൈറ്റിംഗ് ഉണ്ട്, ക്യാമറ പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ ക്യാമറ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ഹോസ്പിറ്റാലിറ്റി ഫോർ ഷുവർ. കാരണം HOD മുതൽ എല്ലാവരും അത്രയും, കാരണം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കയറി ചെല്ലുന്ന സമയത്ത്, ഈവൻ വർക്ക്ഷോപ്പ് എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എടുത്ത് ഇൻട്രാക്ട് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും നമ്മൾ സംസാരിക്കാറുണ്ട്. അവരെന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, നമ്മൾ ഓക്കെ ആണോ. സോ എല്ലാം കൊണ്ടും ഐ എം സോ ഹാപ്പി. ഇങ്ങനെ പോവുകയാണെങ്കിൽ SH ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും, എത്തട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു.